മനോഹരമായ ഭൂമിയിൽ അർത്ഥപൂർണമായ ജീവിതം നയിക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമെന്ന് മന്ത്രി പി പ്രസാദ്. ചെയ്യുന്ന പ്രവൃത്തി അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തർക്കും പ്രാമുഖ്യം ലഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഫാദർ ജോർജ് വലിയ വീട്ടിലിന്റെ 41ാം ചരമദിനാചരണത്തോടനുബന്ധിച്ച് ചേർന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ മനോഹരമായ ഭൂമിയിൽ ആ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമ്മിലെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും കടമയും. ആ കടമയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രീസ്റ്റ് എന്നുള്ള ഇടത്തിൽ ഒരു പുരോഹിതൻ എന്നുള്ള നിലത്തിൽ ആദരണീയനായ ജോർജ് വലിയ വീട്ടിൽ അച്ഛൻ ആ ഉത്തരവാദിത്വം മുന്നിൽ നിന്ന് നയിക്കുക തന്നെ ചെയ്തു. വാക്കിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നത് പോലെ, വാക്കിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ മുന്നിൽ നിന്ന് നയിച്ച ആ മഹാനായ മനുഷ്യൻ നമ്മുടെ മനസ്സുകളിൽ വീണ്ടും ജീവിച്ചിരിക്കുകയാണ്. അത് മഹാന്മാർക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രമുഖരായവർ. ആ പ്രാമുഖ്യം എന്നത് ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ നമ്മൾ എത്രമാത്രം എഴുതി വെക്കുന്നത് കൊണ്ടൊന്നും ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറുന്നതേയില്ല. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ടോം പുത്തങ്കളം അധ്യക്ഷനായിരുന്നു. തോമസ് കെ തോമസ് MLA, വൈദികരായ ജേക്കബ് കളത്തിവീട്ടിൽ, തോമസ് തുമ്പയിൽ, തോമസ് പിലിയാനിക്കൽ, ടോണി മണിയംചിറ, നേതാക്കളായ ജി വിനോദ്, അലക്സ് മാത്യു, ജേക്കബ് എബ്രഹാം, ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിന് 21ാം നൂറ്റാണ്ടിലേക്ക് ദിശാബോധം പകർന്ന നേതാവായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. രാജീവ് ഗാന്ധിയെ വിസ്മരിക്കാൻ ഭാരതീയർക്ക് കഴിയില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടി അടിത്തറയിട്ട ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹം ഒരു സൂര്യ തേജസ്സിനെ പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങിയത്. കേവലം 10-15 വർഷം മാത്രമേ അതേ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു നേതാവെന്ന നിലയിൽ ശ്രീ രാജീവ് ഗാന്ധിയെ ആർക്കും വിസ്മരിക്കാനാണ്. ഇന്നത്തെ ഭരണകൂടം രാജീവ് ഗാന്ധിയെ വിസ്മരിക്കുവാനും അദ്ദേഹം അടിത്തറയിട്ട നേട്ടങ്ങൾ സ്വന്തമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന് ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള ഭരണകർത്താക്കളെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് രാജ്യം നേടിയ നേട്ടങ്ങളെല്ലാം തങ്ങളുടേതാണ് എന്ന് വൈദ്യുതിർക്കുവാനുള്ള ശ്രമം നടത്തുക. പക്ഷേ സത്യം എത്ര കാലം മൂടിവെച്ചാലും അത് ഒരിക്കലും മറയുകയില്ല. കുറച്ചുകാലം മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചതെങ്കിലും ആ കാലമത്രയും സൂര്യ തേജസ്സായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS രഘുറാം, നേതാക്കളായ PP തോമസ്, PH നാസർ, PN നൌഷാദ്, KC വിൻസെന്റ്, ബെറ്റി ടോജോ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനമേറ്റ SNDP യോഗം ചങ്ങനാശ്ശേരി 1A ആനന്ദാശ്രമം ശാഖയിൽ ജയന്തി ആഘോഷങ്ങളും സമ്മേളനവും ഗുരുസ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്നതായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായിട്ടായിരുന്നു ചടങ്ങുകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ തിരുജയന്തി ആഘോഷങ്ങൾ ആനന്ദാശ്രമത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ചു. 5:30 കുരുക്ഷേത്രത്തിൽ നിർമാല്യ ദർശനത്തോടെയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. 7 മുതൽ ഗുരുദേവ കൃതികളുടെ പാരായണം ആരംഭിച്ചു. 8:30 ശാഖായോഗം പ്രസിഡന്റ് TD രമേശൻ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ആഘോഷങ്ങൾ ലളിതമായിട്ടാണ് നടത്തുന്നതെന്ന് TD രമേശൻ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ലോകാരാധ്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ജയന്തി ആഘോഷം ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ വർഷം
എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വളരെ ലളിതമായിട്ടാണ് ഇത്തവണ ജയന്തി ആഘോഷിക്കുന്നത്. അതിൻ്റെ കാരണം വയനാട് ദയനീയമായ ദുരന്തമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ശാഖായോഗങ്ങളിലും വളരെ ലളിതമായി തന്നെയാണ് ജയന്തി ആഘോഷിക്കുന്നത്. ജയന്തി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ഗുരുദേവ ഭക്തർക്കും അന്നാശ്രമ ശാഖയുടെ എല്ലാ ചതയദിനാശംസകളും നേർന്നുകൊള്ളു. തുടർന്ന് നടന്ന ഉപവാസ പ്രാർത്ഥന ഭക്തിസാന്ദ്രമായി. കോട്ടയം ഗുരുനാരായണ സേവാ നികേതൻ പ്രതിനിധി KG സതീഷ് ചതയദിന പ്രഭാഷണം നടത്തി. നിത്യാനന്ദമയം സുഖേകലയം സത്യം ശിവസുബ്രഹ്മണ്യം അമിതമായിട്ട് പണം ചെലവാക്കരുത്, തീരെ ചെലവാക്കാതെ ഇരിക്കരുത്, വലിയ സന്തോഷത്തിലേക്ക് പോകുന്നത്, വലിയ ദുഃഖത്തിലേക്ക്, ഇതാണ് മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു നടുവില്ല. ശാഖായോഗം വൈസ് പ്രസിഡന്റ് TS സജിത് റോയ്, സെക്രട്ടറി R സന്തോഷ് രവിസദനം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശ്വഗുരുവായി മാറിയ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രബോധനങ്ങൾ നവചൈതന്യത്തോടെ പകരുന്നതായിരുന്നു ജയന്തി ആഘോഷങ്ങളും സമ്മേളനങ്ങളും. വിവിധ SNDP യോഗം ശാഖകളിൽ നടത്തിയ ചടങ്ങുകളിൽ പങ്കെടുത്ത് പുണ്യം നുകർന്നത് നിരവധി ശ്രീനാരായണീയർ. SNDP യോഗം 7-ാം നമ്പർ ശാഖ രാമങ്കരിയിൽ രാവിലെ 10-ന് ചേർന്ന ജയന്തി സമ്മേളനത്തിൽ കോട്ടയം കടുത്തുരുത്തി യൂണിയൻ കൗൺസിലർ ജയൻ പ്രസാദ് മെമ്മറി പ്രഭാഷണം നടത്തി. 1893 കോലത്തേരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രതിഷ്ഠ നടത്തി, അറിയാവുന്ന ശിവപ്രതിഷ്ഠ. 1893 കൊല്ലവർഷം 1068 മീനമാസം 13-ാം തീയതി അവിടെ കോലത്തേരിയിൽ ശ്രീനാരായണ ഗുരുദേവ ഒരു ശിവം അവരുടെ സാന്നിധ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്ങനെ പ്രതിഷ്ഠിക്കാൻ കാരണമുണ്ടായിരുന്നു, അവിടെ ഒരു ദേവി വിഗ്രഹമായിരുന്നു, അത് ഭയപ്പെടുത്തുമായിരുന്നു. അത് എടുത്തു മാറ്റാൻ പറഞ്ഞു. അത് എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടപ്പോൾ ഗുരുദേവൻ മുന്നേ നിന്നുകൊണ്ട് അത് എടുത്തു മാറ്റിയിട്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു. ശാഖാ പ്രസിഡന്റ് ജീമോൻ കാരാഞ്ചേരിയുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. സമ്മേളനത്തിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സ്കോളർഷിപ്പുകളുടെ വിതരണവും നടത്തി. രാമങ്കരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ V ജയകുമാർ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. കുട്ടനാടിന്റെ ശില്പി ബിജോയ് ശങ്കർ, ദേശീയ യൂണിവേഴ്സിറ്റി കനോയിങ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദർശ് കൃഷ്ണൻകുട്ടി എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു. ശാഖാ സെക്രട്ടറി ഇൻചാർജ് സുഗണമ്മ ധർമാംഗതൻ, ശാഖാ വൈസ് പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം 4:30-ന് പള്ളിക്കൂട്ടുമ ജംഗ്ഷനിൽ കുട്ടനാട് SNDP യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ജയന്തി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. കണ്ണാടി കിഴക്ക് SNDP യോഗം 2349-ാം നമ്പർ ശാഖ ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ 5:30-ന് നിർമ്മാല്യ ദർശനത്തോടെ കർമ്മങ്ങൾ ആരംഭിച്ചു. 8:45-ന് മഹാഗുരുപൂജയും 10-ന് ജയന്തി ഘോഷയാത്രയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും ചേർന്നു. SNDP കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ അറിവും അനുകമ്പയും സ്നേഹവും കാരുണ്യവും കരുണയുമൊക്കെ നമുക്ക് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശതകത്തിൽ പലമതസാരവും ഏകമെന്ന് പാരാലുതകിലൊരാദിയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അനവധി കണ്ടലയാതമർന്നിടേണം. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് നമ്മെ പഠിപ്പിച്ച ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവൻ, ഒപ്പം സ്നേഹവും വാത്സല്യവും കരുണയും നമുക്ക് പകർന്നു നൽകിയ ഗുരുദേവൻ. അതുകൊണ്ടാണ് അനുകമ്പാ ദശകം പോലെയുള്ള കൃതി ഗുരുദേവൻ എഴുതിയത്. സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് MR സജീവ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് PK മണിയൻ സ്കോളർഷിപ്പ് വിതരണവും, വനിതാ സംഘം പ്രസിഡന്റ് പുഷ്പ ബിജു വിധവാ പെൻഷൻ വിതരണവും, വനിതാ സംഘം കമ്മിറ്റി അംഗം ഷീല ഷാജി ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയവരെയും വിശിഷ്ട വ്യക്തികളെയും കലാപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ഭാരവാഹികളായ PM ജയൻ, രതീഷ് നല്ലവീട്, ശാലിനി സുധൻ, AR ഗോപിദാസ്, PS ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വലിഞ്ഞിക്കട്ടെ
SNDP യോഗം 6-ാം നമ്പർ ശാഖ വിളിയനാട്ട് നടത്തിയ ജയന്തി ആഘോഷങ്ങളും കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തികൾ ഉദ്ഘാടനം ചെയ്തു. സ്കോളർഷിപ്പ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KG സതീശൻ, വൈസ് പ്രസിഡന്റ് AS സന്തോഷ് കുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ KR മോഹനൻ, അഭിരാജ് മദനൻ, S. അനന്തു തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം 1825-ാം നമ്പർ തെക്കേക്കര ശാഖയുടെയും ഗുരുസേവാ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ നടത്തി. ഗുരുപൂജ, ഗുരുകൃതികളുടെ പാരായണം, സ്കോളർഷിപ്പ് വിതരണം, ഘോഷയാത്ര, വിവിധ കലാദൃശ്യങ്ങൾ, സമൂഹ പ്രാർത്ഥന തുടങ്ങിയവ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. തെക്കേക്കര പടിഞ്ഞാറ് യൂണിയൻ വക ഗുരുക്ഷേത്ര അങ്കണത്തിൽ ഉച്ചകഴിഞ്ഞ് 3-ന് ഘോഷയാത്ര ഉദ്ഘാടന സമ്മേളനം ചേർന്നു. സമ്മേളനം കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് PD ഉണ്ണി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CG ഹരിദാസ്, മറ്റു ഭാരവാഹികളായ GM സാബു, ഓമന രഘുനാഥ്, ജയമോൾ സജികുമാർ, M. മഹേഷ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കാവാലം കരിയൂർമംഗലം ഗുരുധർമ്മ പ്രചരണ സഭ 166-ാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗുരുദേവ ജയന്തി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഗുരുമന്ദിര സമർപ്പണവും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും ഇതോടൊപ്പം നടത്തി. കരിയൂർമംഗലം ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ പുതുതായി നിർമ്മിച്ച ഗുരുമന്ദിരത്തിന്റെയും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുടെയും സമർപ്പണം ഗുരുദേവ ജയന്തി ദിനത്തിൽ രാവിലെ 7:15-നും 8-നും മധ്യേ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ നിർവഹിച്ചു. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം മേൽശാന്തി മിഥുൻ ശാന്തിയുടെ നേതൃത്വത്തിൽ വൈദിക കർമ്മങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് മാന്നാർ PMA സലാം മുസ്ലിയാർ ഗുരുദേവ പ്രഭാഷണം നടത്തി. ആധുനികതയും ഉത്തരാധുനികതയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരേ ആകാരം, ഒരേ യോനി, ഒരു ഭേദവുമില്ലതിൽ മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒരേ ശരീരത്തിന്റെ ഉടമസ്ഥരാകുന്നുവെന്നും ഒരേ യോനിയിൽ നിന്നും ഒരേ അമ്മയിൽ നിന്നും ഭൂമിയിലേക്ക് വന്നവരാകുന്നുവെന്നും ഒരു ഭേദവുമില്ലാതെ മനുഷ്യന്റെ ജിനോം കോഡ് ഒന്ന് തന്നെയാകുന്നുവെന്നും മനുഷ്യനോട് വിളിച്ചു പറഞ്ഞത് എന്നാണെന്ന് നാം ആലോചിക്കണം. ചേർത്തലയിലെ ഉങ്ങേലി എന്ന സ്ത്രീ മാറുമറച്ചതിന്റെ പേരിൽ കരം വാങ്ങാൻ വന്ന നാടുവാഴിയുടെ ആൾക്കാരുടെ മുന്നിലേക്ക് മുലക്കണ്ണ് ഛേദിച്ചു കൊടുത്ത മുലച്ചിപ്പറമ്പ് നിലനിന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവൻ പറയുന്നത് ഒരു ജാതി. രാവിലെ 10-ന് ചേർന്ന ഗുരുമന്ദിര സമർപ്പണ സമ്മേളനം GDPS ജില്ലാ പ്രസിഡന്റ് സതീശൻ അത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. GDPS മുഖ്യ രക്ഷാധികാരി ഡോക്ടർ K. സുധാകരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുധർമ്മ പ്രചരണ സഭ പുളിങ്കുന്ന് പഞ്ചായത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജയന്തി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മനസ്സുകളിലുള്ള നന്മയുടെ രൂപമാണ് ഗുരുദേവൻ. നന്മ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൾരൂപം, ദൈവരൂപം ഗുരുദേവൻ തന്നെയാണ്. അത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് നന്മയുടെ പാത കാണിച്ച് പ്രവൃത്തിയുടെ ഫലമുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ച ഗുരുദേവന്റെ നാമത്തിൽ നമ്മൾ ആചരിക്കപ്പെടുന്ന ഈ ജയന്തി ദിനം, സാധാരണയായിട്ട് ജയന്തി എന്ന് ഗുരുദേവ ജയന്തി അല്ലെങ്കിൽ ചതയ ദിനം എന്നൊക്കെ പറയുന്നത് ആഘോഷത്തോടെ നമ്മൾ ഓണത്തിനിടയിലാണ് ആഘോഷിക്കുന്നത് അല്ലേ. ചതയത്തിന് വീട്ടിലേക്ക് വരാമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു നാളെ വരുമോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചതയല്ല, ഓണത്തിന്റെ ഇടയിലെ ചതയമാണ്. അപ്പോഴത് കന്നിമാസത്തിലേക്ക് പോയി. കന്നി 1-നാണ് ചതയം.
സമ്മേളനത്തിൽ പുളിങ്കുന്ന് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KC ഷാജിമോൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PV സുനിൽകുമാർ, ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗം M രവീന്ദ്രൻ കായംകുളം, ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് PP മനോഹരൻ, മറ്റു ഭാരവാഹികളായ MK പുരുഷോത്തമൻ, MC മംഗളൻ, PC പവിത്രൻ, കൃഷ്ണമ്മ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. ജോയി ആലുക്കാസ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനം. ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിൽ ജോയി ആലുക്കാസിൻ്റെ കുറച്ച് ഡയാലിസിസ് കിറ്റാണ് വിതരണത്തിനാണ് ഇവിടെ വന്നത്. ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ അർഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഡയാലിസിസ് കിറ്റൊക്കെ എത്ര കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഒരുപാട് പേര് ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കുന്നു, ഡയാലിസിസ് യൂണിറ്റ്സ് ഇടുന്നു. പക്ഷേ എത്ര ഇട്ടാലും തീരാത്ത അത്രയും പേഷ്യൻസും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നതനുസരിച്ച് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ജോയി ആലുക്കാസ് പോലുള്ള ആളുകൾ ചെയ്യുന്ന വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത് വന്ന ഇവരെ എല്ലാവരെയും പ്രശംസിക്കുകയാണ്, നിസാറിനെ പ്രശംസിക്കുക, അവർ ആശംസകൾ അർപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിലാണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അപ്പ എപ്പോഴും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന നൽകിയിരുന്നത്. കാരുണ്യ പ്രവർത്തനമായിരുന്നു അപ്പയുടെ മുഖമുദ്ര. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അപ്പയുടെ ആത്മാവ് വളരെയേറെ സന്തോഷിക്കും. ഉദ്ഘാടന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി P സാബു അധ്യക്ഷനായിരുന്നു. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി UM ഖബീർ, കേരള നഴ്സസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി R രാധിക, കോൺഗ്രസ് അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് B റഫീഖ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽച്ചിറ, G ജിനേഷ്, നിസാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കുറിച്ചി പാപ്പാഞ്ചിറ മറ്റത്തിൽ രതീഷ് MG നിര്യാതനായി. 39 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 7-ന് പാറക്കുളത്ത് വെച്ച് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രതീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് മരണം സംഭവിച്ചത്. രതീഷിന്റെ സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് വീട്ടുവളപ്പിൽ നടത്തി. കുട്ടനാട് കേബിൾ വിഷൻ ലിങ്ക് കുറിച്ചി PS കമ്മ്യൂണിക്കേഷനിലെ ജോലിക്കാരനായിരുന്നു സുനിൽ എന്ന് വിളിപ്പേരുള്ള രതീഷ്. രതീഷിന്റെ നിര്യാണത്തിൽ KCB മാനേജ്മെന്റ് അനുശോചനം അറിയിച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് ആലപ്പുഴയെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലെത്തിച്ച സ്വാമി ജിംനേഷ്യം ഉടമ R രാധാകൃഷ്ണന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കേരള യൂണിവേഴ്സിറ്റി മുൻ സ്പോർട്സ് ഡയറക്ടർ ഡോക്ടർ NMC ബോസിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ. രാധാകൃഷ്ണന്റെ ശിഷ്യഗണങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവ ചേർന്നാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ ജീവിതം ആ ജീവിതത്തിൽ തൻ്റെ മാത്രം ഒരു ജീവിതമായി പരിമിതപ്പെട്ട് അവസാനിച്ചു പോകാതെ തൻ്റെ ഒരു ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു സമൂഹത്തിന് വലിയ ഗുണമുണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുവാൻ ഇത്രയും പേർ ഇവിടെ ഒരുമിച്ചെത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രാധാന്യം. MLA-മാരായ H സലാം, PP ചിത്തരഞ്ജൻ, മുൻ MP AM ആരിഫ്, നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, നഗരസഭ മുൻ ചെയർപേഴ്സൺ സൗമ്യ രാജ്, സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ AIYF കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പായസ ചലഞ്ച് നടത്തി. സംഘടന നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധനശേഖരണാർത്ഥമായിരുന്നു പരിപാടി. ചമ്പക്കുളം പഞ്ചായത്തിൽ മങ്കൊമ്പ് കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. ഇവിടെ പാചകം ചെയ്ത പാലട പ്രഥമൻ ടെന്നുകളിൽ പാക്ക് ചെയ്ത് കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവൻ വയനാട്ടിലെ ദുരന്തബാധിതർക്കായി AIYF നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഫണ്ടിലേക്ക് നൽകും. അവിടെയുള്ള ജനങ്ങളുടെ അവരുടെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യങ്ങളായ വീടും സ്വത്തുക്കളും അവരുടെ കൃഷിസ്ഥലങ്ങളും എല്ലാം നശിച്ച് പോയിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഈ വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി AIYF സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് 10 വീട് നിർമ്മിച്ചുകൊണ്ട് ഈ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് 10 വീട്, അത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഫർണിച്ചർ ഉൾപ്പെടെയോടുകൂടി അവർക്ക് കയറി താമസിക്കാൻ ഉള്ള സൗകര്യത്തോടുകൂടി 10 വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് AIYF സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. AIYFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ഡലങ്ങളിൽ ഉടനീളം വിവിധ ചലഞ്ചിലൂടെയാണ് ആ പണം കണ്ടെത്തുന്നത്.
പ്രവർത്തനങ്ങൾക്ക് AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KM. സതീഷ്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം B. ലാലി, ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തോമസ് ജോസഫ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ MS. ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണക്കോടി വേണ്ടെന്ന് വെച്ച സഹോദരങ്ങൾ. മാന്നാർ കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ 6-3 ക്ലാസുകളിൽ പഠിക്കുന്ന കാർത്തിക് രത്ന, കീർത്തന രത്ന എന്നീ സഹോദരങ്ങളാണ് ഓണക്കോടിക്കുള്ള പണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകിയത്. പരുമല മൂലംകുഴിയിൽ മനോജ് വീണ ദമ്പതികളുടെ മക്കളാണ് കാർത്തിക്കും കീർത്തനയും. സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും ജീവനക്കാരും കുട്ടികളും ചേർന്ന് വയനാട് ദുരിതാശ്വാസത്തിനായി ധനശേഖരണം നടത്തുന്നുണ്ട്. ഈ ഫണ്ടിലേക്കാണ് ഇവർ തുക കൈമാറിയത്. വയനാട് ദുരന്തത്തിൽ നമ്മളുടെ മലയാളികളായ സഹോദരങ്ങൾ ഒത്തിരി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളാലാകുന്ന ഒരു കൈ സഹായം അത് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ജീവനക്കാരും മാനേജ്മെന്റും ചേർന്ന് അർഹമായ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ട ഒരു നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഥമ ഡൊണേഷൻ സ്വീകരിക്കുന്നതിന് നമ്മുടെ സ്കൂളിലെ തന്നെ 2 കുട്ടികളും എത്തിയിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കളും എത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തം നടന്ന ശേഷം വാർത്തകളിൽ കൂടി അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ കുട്ടികൾക്കുണ്ടായ വിഷമം അവർ തന്നോട് വന്ന് പറയുകയും അവർ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും കുട്ടികളുടെ പിതാവ് മനോജ് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി തെരയില് വരെയും ക്ലാസ്സിൽ സ്കൂളിലൊപ്പം നിന്ന് കളിച്ച് തമാശകൾ പറഞ്ഞു പോയ ആള് പിറ്റേ ദിവസം അവരിൽ നിന്ന് വിട്ടുമാറുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു കുട്ടികൾക്ക് സഹിക്കാനായിട്ട് സ്വന്തം കൂട്ടുകാരനെ നഷ്ടപ്പെടുത്താത്ത ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരവസ്ഥ നടപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മോനെ എന്നോട് ചോദിച്ചിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം എന്നും കെട്ടിപ്പിടിച്ചു കിടന്ന് ഓർന്നാളാണ്. നാളെ രാവിലെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായി? നമുക്ക് ഓണം ഉണ്ടാകും, സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് നമുക്ക് ഓണം ഉണ്ടാകും ഇല്ലല്ലോ. അതുകൊണ്ട് അവരിലുണ്ടായ എൻ്റെ മകനിലുണ്ടായ ഒരു തീരുമാനമാണ്, അച്ഛൻ നമുക്ക് ഈ പ്രാവശ്യം ഓണം വേണ്ട, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വേണ്ട ഓണക്കോടിയുടെ പകരം ആ പണം നമുക്ക് ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി അർപ്പിക്കണം. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ R. രാജീവൻ തുക ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ, സ്കൂൾ സെക്രട്ടറി G. ഗണേഷ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി മാത്യു ആൽബിന്റെ ആത്മകഥ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി, ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് പുസ്തകം നൽകിയായിരുന്നു പ്രകാശന കർമ്മം. കനൽ വഴികൾക്ക് 2 വശമുണ്ടെന്നും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കനൽ അനുഭവങ്ങളും കാരുണ്യത്തിന്റെ തണൽ സ്പർശവുമാണ് ഇവയെന്നും ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. ഈ ഒരു കാര്യമാണ് ഈ പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്നതെന്നും എല്ലാവരും ഇത് വായിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്നതിൻ്റെ കാണുന്ന ഭാഗവും കാണാത്ത ഭാഗവും എന്താണെന്നൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാവരും വായിക്കണമെന്ന്. അപ്പോൾ കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ആശ്രമം ആയിരിക്കുന്ന യാഥാർത്ഥ്യമാണത്. ഇത് ഇന്നും കാരുണ്യത്തിൻ്റെ കനലിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. വ്യക്തിപരമായി ദൈവം എന്നെ ഇവിടെ വന്നു പോകാനുള്ള അവസരം ദൈവം എനിക്ക് തന്നതാണ്. ഞാനും പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശന ചടങ്ങിൽ ശാന്തിഭവൻ ട്രസ്റ്റി ബിനോയ് തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. ആത്മകഥ പകർത്തിയെഴുതിയ കൈനഗിരി അപ്പച്ചനെയും മികച്ച കരനെല്ല് കർഷക അവാർഡ് ജേതാവ് PA കുഞ്ഞുമോനെയും ചടങ്ങിൽ ബ്രദർ മാത്യു ആൽബിൻ ആദരിച്ചു. ഡോക്ടർ നെടുമുടി ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന ആൽബിന്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് നാസർ പൈങ്ങാമഠം മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മേഖയിൽ, വിനയശ്രീ, വയലാർ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല തുടങ്ങിയവർ സംസാരിച്ചു. വിയപുരം ഹൈസ്കൂളിന് സമീപം ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണ അന്ത്യം. എടത്തുവ നെടുവമ്മാലിൽ MC ഭവനിൽ 21 വയസ്സുള്ള ദീപുവാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു അപകടം. ദേവരാജൻ, സിന്ധു എന്നിവരുടെ ഏക മകനാണ് ദീപു. സിന്ധുവിന്റെ ഹരിപ്പാടുള്ള കുടുംബ വീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് ദീപുവിന് അപകടം സംഭവിച്ചത്.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.